കമ്പനി വർക്കില്ല, കമ്പനി ആരുമില്ല ഇതിനകത്ത്. വരൂ സാർ. ആരുമില്ല. ഇഞ്ചി കള്ളിയാണ് മറ, ഇതൊക്കെ സർക്കാരിലേക്ക് ഉള്ളതാണ്. അത് ഗവൺമെൻറ്റിൻ്റെ സ്പെസിഫിക്കേഷനുള്ള ആ രീതിയിലാണിത് നമ്മൾ നിർമ്മിച്ച് വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഫ്രെയിമും കാര്യങ്ങളും ഉണ്ടാക്കി വെച്ച് ഓർഡർ കിട്ടിയാൽ നമ്മളിത് പെയിൻ്റ് അടിക്കുന്നു, അതിൻ്റെ വുഡ് കൊടുക്കുന്നു, അത് പോളിഷ് ചെയ്യുന്നു, കൊടുക്കുന്നു. ഓർഡർ കിട്ടിയില്ലെങ്കിലോ എന്നുള്ള ചോദ്യം വന്നാൽ സ്ക്രാപ്പിൽ കൊടുക്കാൻ നിർവാഹമുള്ളൂ. സ്റ്റീൽ ഫർണിച്ചറിൻ്റെയും അനുബന്ധ ഫർണിച്ചറുകളുടെയും ഒരു സ്ഥാപനമാണിത്. ഇത് 2009 സ്റ്റാർട്ട് ചെയ്തതാണ്. 2017 പോർട്ടൽ തുടങ്ങി K-SWIFT എന്ന് പറഞ്ഞ ഈസി ഡൂയിങ് ബിസിനസ് ആക്ട് എന്ന് പറഞ്ഞ നിയമം. അതോടുകൂടി സംരംഭം തുടങ്ങുക എന്നുള്ള പരിപാടികൾ വളരെ ലളിതമായി. തുടങ്ങുന്നതിൻ്റെ കണക്കാണ് നമ്മൾ കേൾക്കുന്നുള്ളൂ. എത്രണ്ണം പൂട്ടിപ്പോയി എന്ന് ആരെങ്കിലും പരിശോധിച്ചിട്ടുണ്ടോ? അങ്ങനെ ഗവൺമെൻറ് പഠനം നടത്തിയാൽ ഈ തുടങ്ങിയതിനേക്കാൾ സ്പീഡിൽ പൂട്ടിയിട്ടുണ്ടാവും പലതും. പൊതുമേഖലാ സ്ഥാപനങ്ങളുണ്ട്. ഈ ചെറുകിട വ്യവസായികളെ ആർട്ടിസാന്മാരുടെയൊക്കെ ഉത്തേജനത്തിന് വേണ്ടിയുള്ള കാഡ്കോ പോലെ, സിഡ്കോ പോലെ, KSI പോലെ, അതേപോലെ സിൽക്ക്, ഇങ്ങനെ പല കോർപ്പറേഷനുകളും ഉണ്ട്. പക്ഷേ അവരിന്ന് ഏതോ 1-2 വ്യക്തികളെ മാത്രം ഉത്തേജിപ്പിച്ചുകൊണ്ട് അവരെ കോടീശ്വരന്മാരാക്കുന്ന പരിപാടിയാണുള്ളത്. ഇപ്പോഴും ആ ഒരു സിസ്റ്റം നടക്കുകയാണ്. അത് അവൻ്റെ വർക്ക്, ഇത് എൻ്റെ വർക്ക് പറഞ്ഞ് നടക്കുകയാണ്. കോഴിക്കോട് ഈ കാഡ്കോയിൽ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ 32-ൽ പരം സ്ഥാപനങ്ങൾ അഫിലിയേറ്റ് ചെയ്തിട്ടുണ്ട്. എത്ര പേർക്ക് അവർ വർക്ക് കൊടുക്കുന്നുണ്ട്? ഞാൻ കഴിഞ്ഞ തവണ ഹൈക്കോടതിയിലൊക്കെ കേസ് കൊടുത്തപ്പം അവരെന്ത് ചെയ്തു എന്ന് വെച്ചാൽ കഴിഞ്ഞ മാർച്ചിൽ 2-3 വർക്ക് തന്നു. പക്ഷേ പിന്നെ അതിന് ശേഷം ഒരു ഒറ്റ ടെൻഡർ അവരിനെ അറിയിച്ചിട്ടുണ്ടോ? തുടങ്ങിക്കഴിഞ്ഞാൽ മുന്നോട്ട് പോകാനുള്ള ഒരവസ്ഥ ഒരു സാധാരണക്കാരനായ ഒരു സംരംഭകനില്ല. അവന് രാഷ്ട്രീയ സ്വാധീനം മറ്റതും ഒക്കെ കൂടുതലുണ്ടെങ്കിൽ ചിലപ്പോൾ അവൻ അവൻ്റെതായ മേഖലയിലൂടെ ചെന്ന് പറ്റിയിട്ടൊക്കെ അവന് നടത്തിക്കൊണ്ടാൻ കഴിയും. പരാതി കൊടുത്തു. ആർക്കൊക്കെ കൊടുത്തു? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് കൊടുത്തു, വ്യവസായ വകുപ്പ് മന്ത്രിക്ക് പലവട്ടം കൊടുത്തു, വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് കൊടുത്തു. ഒന്നിനും ഒരു നടപടിയില്ല. വിജിലൻസിന് കൊടുത്തു. വിജിലൻസ് അവിടെ കയറി ഞാൻ പറഞ്ഞതൊക്കെ ശരിയാണെന്ന് കണ്ട് വിജിലൻസ് അതേപോലെയുള്ള റിപ്പോർട്ടാണ് ഗവൺമെൻറ്റിലേക്ക് കൊടുത്തത്. ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളെ കൺട്രോൾ ചെയ്യുന്ന ഒരു സ്ഥാപനമുണ്ട്, BPT എന്നറിയും. അവർ എന്തെങ്കിലും ഒരു ചെറുകിട വിരലനക്കിയോ ഈ ടെൻഡറുകളൊക്കെ ഗവൺമെൻറ് സുതാര്യമാക്കണം. അപ്പോഴാണ് ഒരു വ്യവസായി ഒരു സംരംഭം തുടങ്ങിയാൽ അവൻ്റെ ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഗവൺമെൻറ് ടെൻഡർ വിളിച്ചെങ്കിൽ അവനതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ കഴിയുള്ളൂ. സ്വന്തം സ്ഥലവും കെട്ടിടമായതുകൊണ്ട് റെൻറ്റ് കൊടുക്കണ്ട എന്നുള്ളൊരു സമാധാനം കൊണ്ടാണ് ഇത് വർക്കിൻ്റെ ഇങ്ങനെ പോണത്. ദിവസത്തിൽ 2-3 ദിവസം ഇവിടെ ചിലപ്പോൾ വർക്ക് കാണും, ബാക്കി 4 ദിവസവും അല്ലെങ്കിൽ 3 ദിവസവും അടഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ അത് നമ്മുടെ സംസ്ഥാനത്ത് ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ സംസ്ഥാനത്തിന് ചെലവഴിക്കാനും അതിനുള്ളൊരു മാർക്കറ്റും അത് കണ്ടെത്തണം. അത് ആരാ കണ്ടെത്തേണ്ടത്? നമ്മളെ ഗവൺമെൻറ്റാണ് കണ്ടെത്തേണ്ടത്. ഇന്നെപ്പോലുള്ള പലവരും ഉണ്ട്. ചിലപ്പോൾ എന്നെപ്പോലെ പലവരും പങ്കുവയ്ക്കാൻ തയ്യാറാകാതെ കർട്ടൻ്റെ ബാക്കിൽ നിൽക്കുന്നവരായിരിക്കും. എനിക്ക് കർട്ടൻ്റെ മുന്നിലേക്ക് വരാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. കാരണം എന്താ വെച്ചാൽ അത് അങ്ങനെ എന്നെപ്പോലുള്ളവർ പറഞ്ഞാലാണ് ഗവൺമെൻറ്റിന് ഇത് അറിയുള്ളൂ. അധികാരികൾ വെറും മന്ത്രി മാത്രമല്ലാവുമല്ലോ. മന്ത്രിനെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് ഉദ്യോഗസ്ഥന്മാർ അവിടെ എത്ര തുടങ്ങിയിട്ടുണ്ട്, ഇവിടെ എത്ര തുടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ലല്ലോ. വീടും പറമ്പും ബാങ്കിൽ കൊണ്ടുപോയി പണയം വെച്ച് അവിടുന്ന് ലോൺ എടുത്ത് തുടങ്ങിയ സംരംഭം തുടങ്ങിയതുകൊണ്ട് 4 പേരെങ്കിൽ 4 പേര് തൊഴിലാളികൾ എന്നെ കൊണ്ട് കഴിഞ്ഞു വിടുന്നില്ലേ? അതൊരു വലിയ കാര്യമില്ലേ? ഞാൻ ഈ വർഷം കൂടി ഒന്ന് നോക്കും. ഇല്ലെങ്കിൽ അടുത്ത വർഷം ഈ മാർച്ച് 31 ഇത് അടച്ചു കൂട്ടും. തുടങ്ങിയ സംരംഭങ്ങളുടെ എണ്ണം പറഞ്ഞ് സർക്കാർ പുളകമണിഞ്ഞത് കൊണ്ട് മാത്രം കാര്യമില്ല. മേഖലയിലുള്ളവരെ കാണണം. രമേശേട്ടനെ പോലെയുള്ളവർ പറയുന്നത് കണ്ണും കാതും തുറന്ന് കേൾക്കുകയും വേണം. വ്യാസ് പി രാമനൊപ്പം രാഹുൽ KV, മാതൃഭൂമി ന്യൂസ്.